പാലക്കാട് ആളയച്ച് ആ വക്കീൽ മണിയേര് വെട്ടാൻ കോലവും രജിസ്റ്റർ ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് കൊടുക്കുന്ന കള്ളാസ് വാങ്ങണം. എന്താ അപ്പൻ ഞാൻ പറഞ്ഞത് അപ്പൻ കേട്ടില്ലാന്നുണ്ടോ? കേട്ട് ചെറിയച്ഛ, വക്കീലിന് ഏർപ്പാട് ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് അവനിവിടെ വരും. കോലവും വാങ്ങിക്കാൻ വന്നവൻ. ചാത്തന്മാരവനെ ഇവിടെ കൊണ്ടുവരും. ഇതിനപ്പുറത്തേക്ക് ഞാനില്ല. കണിമംഗലത്തുകാർ അങ്ങോട്ട് കയറാൻ പാടില്ല എന്നാ. അതൊക്കെ പണ്ട്. ആരും തടയില്ല വരാൻ. ബാപ്പു നിങ്ങൾ പോയി. ഞാൻ അകത്ത് കയറിയിട്ട് ഇനി ശുദ്ധം പോണ്ട. നേരോതിരം കുതിച്ചു ചാടി വെട്ടി, ഓതിരം വെട്ടി, കയറി വെട്ടി, മാറി വെട്ടി, വെട്ടി അടച്ച് ഘടകം മറുഘടകം തല നീട്ട്, അങ്ങനെ ഇവനാണോ അത്? ആവും. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. ജഗന്നാഥൻ എന്നാണ് പേര്. തമ്പുരാനെ ഒന്ന് കാണാമെന്നാണ്. എനിക്ക് തമ്പുരാനോടായി മാത്രം ചിലത് പറയാനുണ്ട്. കേൾക്കാൻ മനസ്സുണ്ടാവണം. പഴയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ വാങ്ങി പൊളിച്ച് വിൽക്കുന്ന ബിസിനസ്സാണ് എൻ്റെത്. നല്ല മരപ്പണികളുള്ള ഒരു കോലക ഇവിടെ ഉണ്ടെന്നൊരു ചങ്ങാതി വന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുടുക്കി വന്ന് ചാടിയത്. കുറച്ച് പൈസ അഡ്വാൻസും കൊടുത്തുപോയി. ഇനി എന്നെ രക്ഷിക്കണമെങ്കിൽ തമ്പുരാൻ വിചാരിക്കണം. ഇത്രയും വലിയൊരു ബിസിനസ് ആദ്യ. ബ്രോക്കർമാരുടെ കണക്ക് ശരിയാണെങ്കിൽ അവിടെ മരപ്പണി ഒരുപാടുണ്ട്. തേക്കും വീട്ടിയാകിലും വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല. എന്റെ കാശ് മുതലാവേണ്ടതാണ്. ബാംഗ്ലൂരിൽ നമ്മുടെ പഴയ വാതിലിനും ജാലകത്തിനൊക്കെ നല്ല മാർക്കറ്റാണ്. കല്ലും ഓടൊക്കെ ഞാൻ ഇവിടുത്തെ ലോക്കൽ മാർക്കറ്റിൽ കൊടുക്കും. എന്നെ ഇപ്പൊ തമ്പുരാൻ സഹായിച്ചാലേ ആ മണ്ണൊരു മര്യാദ വിലയ്ക്കാൻ തമ്പുരാനെ തന്നേക്കാം. ആ മണ്ണിൽ എനിക്ക് താല്പര്യമില്ല. താനത് പൊളിച്ചെടുത്ത് വിൽക്കാൻ തന്നെയാണല്ലോ അല്ലേ? അതെ, അല്ലാതെ ഞാനിവിടെ കയറി താമസിക്കുക തമ്പുരാൻ. ഈ പട്ടിക്കാട്ടിൽ വന്ന് നമ്മൾ എന്തൊട്ട് ചെയ്യാനാ? കെട്ടിടം പൊളിക്കാനാണെങ്കിൽ പിന്നെ താൻ എന്തിനാ സ്ഥലം വിലയ്ക്ക് വാങ്ങിക്കണം? എന്റെ ഒരു ഏർപ്പാട് അങ്ങനെ. സ്ഥലം നമ്മുടെ കയ്യിലായാല് നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാമല്ലോ. പിന്നെ പഴയ കോവിലകല്ലേ തമ്പുരാൻ. ഇടിച്ചു പൊളിച്ചെടുക്കുമ്പോ എന്തെങ്കിലും ഒരു ബോണസ് കിട്ടിയാലോ? അങ്ങനെ കിട്ടിയ ചരിത്രങ്ങളുണ്ട്. ഞാൻ എന്താ വേണ്ടെന്ന് പറഞ്ഞാല് താൻ മുന്നോട്ട് പോയിക്കോ. രജിസ്ട്രേഷൻ തടസ്സപ്പെടില്ല. എത്രയും വേഗം പൊളിക്കാനുള്ള പണി തുടങ്ങണം. മനസ്സിലായോ? പിന്നെന്താ, രജിസ്ട്രേഷൻ കഴിഞ്ഞാ പിന്നെ എനിക്കും പണിക്കാർക്കും താന്ന് പറയുന്ന ടൈം മതി. എനിക്ക് ധൈര്യമായിട്ട് പോവാലോ. പോവാം. കൊളപ്പുള്ളി അപ്പൻ ചെറ്റ, ഭൂലോക ചെറ്റ. അതുകൊണ്ടാ കളി അവന്റെ മുന്നിൽ ഞാൻ മാറ്റി കളിച്ചത്. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? ഇനി ഇമ്പക്കെന്താ അപ്പനും അപ്പൂപ്പനും? ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്.
കോവിലകം ഞാൻ പൊളിക്കുന്നില്ല എന്നറിയുമ്പോൾ അപ്പൻ റിയാക്ട് ചെയ്യും. ബാപ്പു ഇനി എന്നാ ദുബായിക്ക്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരാവശ്യം വരുമ്പോ ഫോൺ എടുത്ത് തങ്ങളങ്ങാടിക്ക് ഒരൊറ്റ വിളി, ബാപ്പോന്ന്. അടുത്ത സെക്കൻഡിൽ ബാപ്പു റെഡി. നന്ദകുമാർ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിരിക്കുക. സർ, ഞാൻ എന്താ വേണ്ടത്? തിരിച്ച് യെസ്. ജെയിംസിന് പോവാം. നന്ദനും ഞാനും ഇല്ലാത്തതല്ലേ, ബാംഗ്ലൂരിൽ താൻ വേണം. നന്ദനെ വിളിച്ച് പറയണം ഇവിടുത്തെ കാര്യങ്ങൾ. ശരി സർ. ഞാൻ താമസം നാളെ തൊട്ട് കോവിലകത്തേക്ക് മാറ്റും. അതെന്നതാ സാറേ, ഗസ്റ്റ് ഹൗസിലെ സൗകര്യങ്ങൾ പഠിക്കാത്തോണ്ടാണോ? അല്ല പിള്ളേ, അതൊരു മോഹം. കുറച്ച് ദിവസമേ ഞാൻ ഇവിടെ കാണൂ, അതവിടെ ചെലവഴിച്ച് തീർക്കാം. ആരാ? ഗോവിന്ദൻകുട്ടിയാ? എന്താടോ തല്ലാൻ വന്നാണോ? ഞാനൊരു 2 എണ്ണം കീറിപ്പോയല്ലോടോ. അതുകൊണ്ട് പ്രശ്നം തനിക്കാ. എനിക്ക് വിഷം ഉള്ളിൽ ചെന്നാലേ പിന്നെ കണ്ണ് കാണില്ല, അടി പടപടപടാ നടക്കും. എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. കൊളപ്പള്ളിയുടെ ആളെന്നുള്ള അഹങ്കാരത്തിൽ ഗോവിന്ദൻകുട്ടി എന്തോ ബുദ്ധിമോശം കാട്ടി. ഇനി ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ടിനി. തമ്പുരാൻ പോന്ന് പറയണവരെ എന്നെ കൈവിടരുതേ. എടോ, ഞാൻ തന്റെ അപ്പൻ തമ്പുരാനെ പോലെ ചട്ടമ്പി രാജാവൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് അംഗരക്ഷകന്മാരും വേണ്ട. വേണ്ട തമ്പുരാൻ, ഒരു ബാല്യക്കാരനായിട്ട് കൂട്ടിയാൽ മതി. ഞങ്ങൾ കണിമംഗലത്തുകാർക്ക് ഇനി ഒരാളായല്ലോ. കൊളപ്പള്ളിക്കാരുടെ മുമ്പിൽ ഞങ്ങൾ തലപൊക്കി നടക്കും. ഞാൻ തല്ലുപടിച്ചിട്ടല്ലേ അക്കരച്ചാടി കൊളപ്പള്ളി സംഘത്തിൽ ചേർന്ന്. ഗോവിന്ദൻകുട്ടി പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. ഇനി കണിമംഗലത്തുകാർക്ക് ഒരു തമ്പുരാനായല്ലോ, ഞങ്ങളുടെ സ്വന്തം തമ്പുരാൻ. यस्यामिदं जिन्मति प्राणदेय सानो भूमिः पूर्वे दधातु ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാ. ഇവിടെ ചുറ്റമ്പലത്തിൽ എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മൾ ആരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. ഇതെന്താണ്? കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? അതെ. അല്ലാന്ന് തോന്നാൻ മാഷ്ക്ക് ഭഗവതിയെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. ഉവ്വോ? സത്യം. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കോലത്തെ അടിച്ചുകളിക്കാരിയാ. ദേ, ഈ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേതുകൊണ്ടേ അതിനുള്ള മറുപടി ഉണ്ണിമായ പറയണില്ല. അടിച്ചുകളിക്കാരി കോലത്തെ തമ്പുരാട്ടിയാടോ മാഷേ? അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, കണിമംഗലം കോവിലകത്തെ ജഗന്നാഥൻ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ. കോലം വാങ്ങിച്ച ആളുടെ ബാല്യക്കാരനാ ആയിരിക്കും. മൂർത്തിയെക്കാളും വലിയ ശാന്തിയുള്ള കാല. മുന്നിന്ന് മാറുക തമ്പുരാൻ. ആ പിന്നെ കോലം വാങ്ങിച്ച മാഷിന്റെ മുതലാളി വന്നിട്ടുണ്ടെങ്കിലേ എനിക്കൊന്ന് കാണണമെന്ന് പറയൂ. ചിലത് പറയാനുണ്ട്.
ഉം. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ കുറുമ്പത്തി? ഉം. എന്താ? ശംഭോ മഹാദേവാന്ന്. ഉം. എന്താ? ആള് തമ്പുരാനാണെന്ന് മാത്രമല്ല, ചില്ലറ പുള്ളിയല്ല, അയിരാവത് അയച്ചോ. ഇതാ കുഴപ്പമായല്ലോ കുട്ടിയെ. എന്താ? കോവിലകം വാങ്ങിച്ച തമ്പുരാൻ വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് മാറിയിട്ടില്ലെന്ന് അറിഞ്ഞപ്പോ ആളിന്റെ സ്വരവും പുറത്തു വന്നു. വലിയ ദേഷ്യത്തിലാ. എന്താ ഇപ്പൊ ഒരു വഴി? വഴിയൊക്കെ എനിക്കറിയാം. ഞാനൊന്ന് കാണട്ടെ അയാളെ. എന്നിട്ട് എന്നിട്ടെന്താ? അങ്ങനെ ഇറങ്ങിപ്പോവാൻ നിശ്ചയിച്ചിട്ടില്ലാന്ന് പറയും. അപ്പോഴേ കുട്ടി നിൽക്കുക. മംഗലം ഉണ്ണിമായായി പോണേ. എന്താ ഏതാ വിളിച്ചു പറയാന്നറിയില്ല. ഹരം പ്ലസ് ഹരം ഈസ് കിന്നരം. വെരി വെരി പ്രോബ്ലം തമ്പുരാൻ. എന്താ? അതെ മാഷേ, എന്താ ഏട്ടത്തി? കോലോ മറ്റ ആ ആളിനെ ഒന്ന് വിളിക്കൂ. എന്താ കാര്യം? അത് നേരിട്ട് പറഞ്ഞോളാം. രഹസ്യ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ല സീക്രട്സാ? ദേ വെറുതെ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞ അത് ചെയ്താ മതി. ആരെ വിളിച്ചു എന്ന് പറയണം? ഉണ്ണിമായ. ഉണ്ണി മാങ്ങയോ? ഉണ്ണിമായ. അലറണ്ട. അല്ല, അങ്ങനെ പറഞ്ഞാ മനസ്സിലാവോ? ആ അങ്ങനെ തന്നെ പറയണം. ആയിക്കോട്ടെ. അതെ, ഉണ്ണി മായ എന്ന് പറഞ്ഞൊരു കുട്ടി വന്നിട്ടുണ്ടേ. സാരടി, മംഗലം മുങ്ങിട്ടോ. മംഗലം മുങ്ങിന്ന്. ഞാനാണ് ഈ കോവിലകം വാങ്ങിച്ച ആ ആള്. എന്താ കുട്ടിക്ക് പറയാനുള്ളത്? കൃഷ്ണവർമ്മ തമ്പുരാൻ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? അല്ല ബൈ, നിങ്ങൾ മോള് ഇവിടുന്ന് ഒഴിയില്ലാന്ന് തന്നെയാ? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ? ഇല്ല, അറിയാഞ്ഞിട്ടല്ല, നിവൃത്തിയില്ലാത്തോണ്ട്. നിവൃത്തികേട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോവിലകത്തിന്റെ ഉടമസ്ഥനുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഞാൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കോവിലകവും ചുറ്റുമുള്ള സ്ഥലവും അതിൽ നിൽക്കുന്ന സ്ഥാവര ജംഗമവസ്തുക്കൾ തമ്പുരാനെ ഇങ്ങോട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഫർണിച്ചറുകൾ, കിണ്ടി, കിണ്ണം, ചരുവം, ചെമ്പുകുടങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, തൂക്കുവിളക്കൽ, ഡീറ്റെയിൽ ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. എല്ലാത്തിനും ചേർത്ത് അവർ ചോദിച്ച വിലയും കൊടുത്തു കഴിഞ്ഞു. പ്രശ്നം പോലീസ് സ്റ്റേഷനിലേക്കും അവിടുന്ന് കോടതിയിലേക്കും നീളും. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിനുള്ള സമയമില്ല. നിങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടിക്ക് ഈ പ്രോപ്പർട്ടിയിൽ അവകാശം ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാൻ നിങ്ങൾ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്യൂ. പക്ഷേ അതല്ല, ഇവിടുന്ന് ഇറങ്ങിയ ശേഷം മതി. അങ്ങനെ ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ ചതിച്ചല്ലേ എല്ലാരും കൂടി. നിങ്ങൾ അതിന് കൂട്ടു നിന്നു. എന്ത് വിഡ്ഢിത്തമാണ് ഈ കുട്ടി പറയുന്നത്? ഞാൻ ചതിച്ചെന്ന്, ഞാൻ ചതിച്ചു എന്ന്. അങ്ങനെ പറയരുത് മോളെ. കുട്ടിയോട് അവര് ചെയ്ത വഞ്ചനയ്ക്ക് ഈ പാവം തമ്പുരാൻ എന്ത് പഴിച്ചു? അത് തിരക്കേടില്ല. കട്ടോനെ കിട്ടിയില്ലേ കിട്ടിയോനെ പിടിക്കാ. ഇനിയിപ്പോ തമ്പുരാന് ദയ തോന്നിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ മോളെ. തമ്പുരാന് ദയ തോന്നാൻ ബുദ്ധിമുട്ടാണ് നമ്പീശൻ. എത്രയും വേഗം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി തരിക എന്നല്ലാതെ മറ്റൊരു ഡയലോഗും ഇക്കാര്യത്തിൽ വേണ്ട. എന്റെ സ്വഭാവം ചില സമയം വളരെ ചീത്തയാണ്. ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. എന്നാലോ എന്താ ചെയ്യ? മോളു ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോകപ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെയും കാർന്നവരെ ഇവിടെ ഇറക്കി വിടുക എന്ന് പറയുന്നത് പൂ പറിക്കുന്ന പോലുള്ള ഈസി ആയുള്ള ഒരു ജോലിയാണ്. അയ്യോ തമ്പുരാൻ, ഗത്യന്തരമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്ക, പാവമാ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. 1-2 ദിവസത്തെ സാവകാശം തമ്പുരാൻ കൊടുക്കണം. ആ സമയം കൊണ്ടൊരു മാർഗം ഉണ്ടാക്കാം. തമ്പുരാൻ വരിക. വാ മോളെ. നോക്കി പേടിപ്പിക്കുന്നു ഉണ്ടക്കണ്ണി.